തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടോ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് CPM-ഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും എറണാകുളം ജില്ലയിൽ നിന്നും എറണാകുളം മണ്ഡലത്തിലേക്ക് KV തോമസ് മാഷിന്റെ പേര് ഉയർന്നു കേൾക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് KV തോമസ് എറണാകുളം മണ്ഡലത്തിൽ ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുമോ? എൻ്റെ സമീപനമൊക്കെ ഞാൻ 19-ൽ പറഞ്ഞതാണ്. ഞാനൊരു പാർലമെൻ്റ് ലൈഫിൽ നിന്ന് മാറി നിൽക്കുക. ഞാനിപ്പോൾ CPM-നോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ CPM പ്രവർത്തകരാണെന്ന് ചോദിച്ചാലല്ല, പക്ഷേ ഞാൻ CPM-നോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ്റിനോടൊപ്പമാണ്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടോ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് CPM-ഉം ഇടതുപക്ഷ മുന്നണിയുമാണ്. അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല. കാരണം എൻ്റെ സമീപനം ഞാൻ വളരെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് അങ്ങയോട് പാർട്ടി സ്ഥാനാർത്ഥിയാകാൻ പറഞ്ഞാൽ അങ്ങ് സ്ഥാനാർത്ഥിയാകാൻ ആ ഒരു കാര്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ ചർച്ച നടന്നിട്ടുമില്ല. ഇപ്പം നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഒപ്പം തന്നെ ഈ ഏത് കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പേര് ഉയർന്നു വരാനുള്ള ഒരു അവർക്കൊരു സംവിധാനം ഉണ്ടല്ലോ. ആ സംവിധാനത്തിലൂടെയാണല്ലോ പറയുക. എന്നെ സംബന്ധിച്ചുള്ളത് എൻ്റെ സമീപനം ഞാൻ നേതൃത്വത്തോട് പറഞ്ഞു. എനിക്ക് ഏറ്റവും ബന്ധം ഉള്ളത് 4 പേരോടാണ്. ഒന്നിൽ യെച്ചൂരി ഇപ്പോൾ ഇല്ല, കോടിയേരി ഇല്ല, ബേബി സഖാവുണ്ട്, അതോടൊപ്പം തന്നെ CM പിണറായി വിജയനുമുണ്ട്. എന്നെ ഞാൻ ഇടതുമുന്നണിയിലേക്ക് വന്ന സന്ദർഭത്തിൽ എൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അംഗീകരിച്ചു തന്നത് പിണറായി വിജയനാണ്. മാഷി നിലയിൽ നിന്നാൽ മതി, വികസന കാര്യങ്ങളിൽ പങ്കുചേരിയ ഗവൺമെൻറ്റുമായിട്ട് ആ ജോലി ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു സാധ്യത തന്നെയാണെങ്കിൽ അങ്ങ് പരിഗണിക്കും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പാർലമെന്റ് രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണോ? അല്ല, ആസിറ്റീസ് ഞാൻ മാറി നിൽക്കുന്ന സന്ദർഭമാണ്. എന്ത് വേണമെന്നുള്ളത് ഇടതുമുന്നണിയാണല്ലോ. കാരണം നമ്മളൊരു വലിയ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുദ്ധകാല സമീപനം ഒരു കലുഷിതമായ അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസവും എടുത്ത ചില നിലപാടുകളുണ്ട്, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട്. ആ നിലപാട് വളരെ ശക്തിയേറേണ്ട സന്ദർഭമാണ്. അമേരിക്ക ഒരു കവലച്ചട്ടമ്പി വരെ നിൽക്കുകയാണ്. ആ കവലച്ചട്ടമ്പിയോട് ഒരു വിരൽ ചൂട്ടാൻ പോലും BJPക്ക് കഴിയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരുടെ അടുത്ത സുഹൃത്താണ്. അമേരിക്കൻ പ്രസിഡന്റ് സുഹൃത്താണ്, ഇസ്രായേൽ പ്രസിഡന്റ് സുഹൃത്താണ്, ഇറാൻ പ്രസിഡന്റ്. പക്ഷേ ഇറാൻ്റെ ഒരു കുടുംബം, ഒരു ആത്മീയ കുടുംബത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഒരു സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. അത് നമുക്ക് കൂട്ടിനിൽക്കാൻ കഴിയും. ആ കാര്യത്തിൽ മുന്നിൽ നിന്ന് എക്കാലവും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സന്ദർഭത്തിൽ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നിശബ്ദമാണ്. ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPM-ഉം ആണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഭാവിയിൽ വേണമെങ്കിൽ പാർട്ടി നിർബന്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ നിർബന്ധിക്കാത്ത കാര്യവും ചർച്ച ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് കമൻറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു വെച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. അതൊക്കെ നമ്മുടെ കാലാകാലങ്ങളിൽ ചർച്ചകൾ നടക്കും. എൻ്റെ മനസ്സ് നേതൃത്വത്തിനറിയാം. ഞാനിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലാണ്. എൻ്റെ ട്രസ്റ്റ് 1,00,000 കറിവേപ്പില തൈകളെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 5,000 ഫലവൃക്ഷ തൈകൾ. പിന്നെ എൻ്റെ ഭാര്യയുടെ പേരിൽ ഞങ്ങൾ അവരുടെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൂർദ് ആശുപത്രിയിൽ ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയിട്ടും ഏകദേശം 1 കോടി രൂപയോളം ചിലവഴിച്ച് ഞാൻ അന്നൊരു സാമൂഹ്യ രംഗത്തേക്കാണ് എൻ്റെ ശ്രദ്ധ മുഴുവൻ. രാഷ്ട്രീയമെന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വികസന ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ കൂടെ ഒന്ന് ചെയ്യാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കാരണം കരുത്തനായൊരു മുഖ്യമന്ത്രിയാണ്, വിശ്വസിക്കാവുന്നൊരു മുഖ്യമന്ത്രിയാണ്, നേതൃത്വ പാഠവുമുള്ളൊരു മുഖ്യമന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഭാവിയിലേക്കുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നുമില്ല. എന്തായാലും നിലവിൽ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലാണ്, അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് KV തോമസ് അറിയിക്കുന്നത്.